നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫോർ ദ ഫാമിലി ഓർ ABC റീസൺ നിങ്ങളൊരു കരിയർ ഗ്യാപ്പ് എടുത്ത ഒരാളാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് വീണ്ടും കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് എത്തിപ്പെടാമെന്നുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ദെൻ യു വാണ്ട് ടു റീസ്റ്റാർട്ട് യുവർ കരിയർ. അവിടെയാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മാച്ച് ആവുക. സോ എങ്ങനെയാണ് വീണ്ടും നിങ്ങൾ കരിയറിലേക്ക് എത്തുക? ഓക്കെ, ഇതിനുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് ഓൾറെഡി നിങ്ങൾ ബിഹേവ് ചെയ്തിട്ടുണ്ടാവും. സോ കരിയർ ഗ്യാപ്പ് എടുത്ത സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ടച്ച് പോയിട്ടുണ്ടാവും. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽസായിട്ട് എൻഗേജ് ചെയ്യുക, അവരായിട്ട് സംസാരിക്കുക. ഡിഫറെൻറ്റ് ഇവൻറ്റ്സ്, വെബിനാർസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ടാവും. അതിലേക്ക് നിങ്ങൾ പോയിട്ട് ഇൻവോൾവ് ചെയ്യുക. അതുപോലെ തന്നെ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ പ്രൊഫഷണൽസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വേറെ ഒരു യു ആർ ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പ്രൊഫഷണൽസ്, നിങ്ങൾ അവരായിട്ട് സംസാരിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ പ്രൊഫഷണൽസിൻ്റെ ഒരു അറ്റയറും ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നിങ്ങൾക്ക് ഒന്നും കൂടി റീറാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുമ്പോൾ എന്താണ്, നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് മാറും. ദെൻ കറണ്ട് മാർക്കറ്റിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ മനസ്സിലാക്കിയെടുക്കണം, എങ്ങനെയാണ് ഒരു സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണലായിട്ട് മാറുക എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾ ടെക്നിക്കൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യണം. ബിക്കോസ് നിങ്ങളൊരു ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ്. ഒരു 6 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 5 ഇയേഴ്സ് മുമ്പുള്ള നോളജും ടെക്നിക്കാലിറ്റി ആയിരിക്കില്ല നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. സോ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്സ്കില്ല് ചെയ്യുക. ഡിഫറെൻറ്റ് കോഴ്സുകളുണ്ട്, നിങ്ങളുടെ കരിയർ ഫീൽഡിന് പറ്റിയ മാച്ച് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കോഴ്സുകളെ പറ്റി അപ്സ്കില്ലിങ് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണൽസ് കോഴ്സുകൾ എടുക്കുന്നുണ്ട്. സോ ഈ പ്രൊഫഷണൽസിൻ്റെ കൂടെയുള്ള ഈ കോഴ്സുകളും മാർക്കറ്റിനെ പറ്റിയുള്ള നോളജും നിങ്ങളുടെ ടെക്നിക്കൽ നോളജും ഒന്നും കൂടി ഇമ്പ്രൂവ് ആയി വരുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങളൊരു വീണ്ടും ഒരു പ്രൊഫഷണലായി മാറിയിരിക്കുകയാണ്. സോ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കമ്പനിയിലേക്ക് എൻ്റർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഓക്കെ, അവരൊരിക്കലും എന്താ പറയുക സ്റ്റോപ്പ് ആവില്ല, ഓൾവേസ് വെൽക്കമിങ് ആയിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ. സോ നിങ്ങൾ ട്രൈ ചെയ്യുക, പ്രൊഫഷണൽ കമ്മ്യൂണിറ്റി ആയിട്ട് ഒന്നും കൂടി ഒന്ന് എൻഗേജ്ഡ് ആവുക ആൻഡ് അപ്സ്കിൽ ചെയ്യുക. സോ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ കരിയർ ഗ്യാപ്പ് ഒഴിവാക്കിയിട്ട് പ്രൊഫഷണലായിട്ട് വരാവുന്നതാണ്.